ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്, നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ, അവരുടെ മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളോട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ആദ്യ സമയങ്ങളിൽ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു മെമ്മറീസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Emperor, Ace of Swords, Ten of Pentacles, Ace of Cups, Magician, Death and Rebirth, okay, the Moon energy, Three of Wands, the Empress, Eight of Cups, Five of Cups, Three of Cups, the Hanged Man, Hermit energy, Hierophant, the Fool energy, the Sun, Nine of Swords, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോൾസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ റീഡിംഗ് ആണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പൊ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ, അതിന്റെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ സെപ്പറേറ്റ് ആവാനുള്ള കാരണം എന്തുമായിക്കൊള്ളട്ടെ, ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ചിലവരുടെ കാര്യത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കാം, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിന്ന് വിട്ടു നിന്ന അല്ലെങ്കിൽ ആ ഒരു വിട്ടു നിൽക്കുന്ന പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും, അവരുടെ മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയൊക്കെ വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാത്തിരിപ്പിനുള്ള, നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ മജീഷ്യൻ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ തന്നെ ആദ്യമേ തന്നെ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നയൻ ഓഫ് സോൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ ഫൈവ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും എയ്റ്റ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ഹെർമിറ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്. ഇവരിപ്പോ ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ കൂടെ ഇവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഓർമ്മകള് നിങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആഴ്ന്നിറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അവർ സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു ചിന്ത അവരെ ഇപ്പോൾ വേദനിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് അവരിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കുറച്ചൊരു സ്വാർത്ഥത മനോഭാവം ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറുന്ന ഒരു വ്യക്തിയല്ല. അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അതിപ്പോ തെറ്റാണെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും അവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിക്ക് അവരത് മാറില്ല.
പെട്ടെന്ന് തെറ്റ് തിരുത്തുക എന്നുള്ള കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ തെറ്റിദ്ധാരണകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട, താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെ മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. ഇപ്പോഴും അവരിൽ ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഉള്ളിൽ ആ ഒരു സ്വാർത്ഥ മനോഭാവം നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവർ നിങ്ങളോട് പുറത്തേക്ക് കാണിക്കാതെ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. 9 ഓഫ് സോഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം വേദനിക്കുന്നുണ്ട്. ഇപ്പൊ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഇവർ ഈ ഒരു വേദനകളെല്ലാം സ്വയം കടിച്ചമർത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒരു പെയിൻഫുൾ ആയ എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സോറോ എനർജിയിൽ അല്ലെങ്കിൽ ഒരു എലോൺനെസ് ആണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ വിട്ട് മാറിപ്പോയി കഴിയുമ്പോൾ ഇവർ തനിച്ചാകുന്ന നിമിഷങ്ങളിൽ ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സന്ദർഭങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ദുശാഠ്യവും കാര്യങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ബന്ധം ഈ ഒരു രീതിയിലേക്ക് മാറിപ്പോയത്. ഒരുപക്ഷെ നേരത്തെ തന്നെ കോംപ്രമൈസ് ആക്കാൻ പറ്റിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടേത്. പക്ഷെ അവരുടെ ആ ഒരു വാശി കാരണങ്ങൾ കൊണ്ടിട്ട് ഇതിലിങ്ങനെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയിരിക്കുന്നതും സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന ആ ഒരു സമയം അനിവാര്യമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളതും ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ലൈഫിലെ എല്ലാ രീതിക്കുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയമാണ്. ഇപ്പൊ അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ സന്തോഷിക്കുന്ന നിമിഷങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ് കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ രീതിക്കും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. അവരുടേതായ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷേ എത്ര സിറ്റുവേഷനിൽ അവർ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആരൊക്കെ അവരിലേക്ക് സ്നേഹമായിട്ട് എത്തുന്നുണ്ട്, ഫാമിലി എത്തുന്നുണ്ട്, ഫ്രണ്ട്സ് എത്തുന്നുണ്ട്, അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് കരിയർ ഫോക്കസ്ഡ് ആണ്, ഫാമിലി സെലിബ്രേഷൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് ആക്കി കളഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചത്. നിങ്ങൾ ആ ഒരു സ്നേഹവുമായിട്ട് പല പ്രാവശ്യം ഇവരിലേക്ക് ചെന്നെങ്കിലും അവർ ആ ഒരു കാലുകൊണ്ട് ചവിട്ടി എറിയുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്നേഹം നിങ്ങളെ കണ്ടില്ല എന്ന് പലപ്പോഴും നടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, കുറെ അധികം ഇവരുടെ പുറകെ ബെഗ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴൊന്നും അവർ നിങ്ങളുടെ സ്നേഹം കണ്ടു എന്ന് നടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന നൽകാനോ തയ്യാറായിട്ടില്ല. അപ്പൊ ആ ഒരു ഡിപ്രഷൻ അവസ്ഥ ഈ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത് ആഴത്തിൽ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏസ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം ആഴത്തിൽ ഗാഢമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട്, അതുപോലെ കുറച്ചൊരു സ്വാർത്ഥതയൊക്കെ ഉള്ളവരായതുകൊണ്ടിട്ട് ഇപ്പോഴും അവർ പുറത്തേക്കൊന്നും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ളവർക്കോ ഇവരുടെ ഫ്രണ്ട്സിനോ പോലും അറിയില്ല അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരതൊക്കെ വിട്ടു എന്നുള്ള രീതിക്കായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഈ ഒരു കാര്യത്തില് അവരുടെ മനോഭാവത്തിലൊക്കെ വളരെ വലിയ രീതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി, ഫാമിലിയുടെയോ ഫ്രണ്ട്സിന്റെയോ ഒക്കെ മുമ്പിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരുടെ ഒരു രൂപമുണ്ട്. അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് കൊണ്ടുവരിക, അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഗാഢമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ആഴത്തിൽ ആ ഒരു ബാധിച്ചിരുന്ന ആ ഒരു കാര്യം, ആ ഒരു നെഗറ്റിവിറ്റി, ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള വെറുപ്പ്, ഇതെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പൊ അകന്നു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ തലയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്ന തെറ്റിദ്ധാരണകൾ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ മറ്റെന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ അകറ്റി നിർത്താൻ ഇവർ കണ്ടുപിടിച്ചിരുന്ന റീസൺസ്, ഇവരുടെ ഈഗോ ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പകരം എല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു
ബേർഡ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വൈറ്റ് ബേർഡ് എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന എനർജിയാണ്. അതിനെ അവരുടെ ലൈഫിലേക്ക് അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ സാമീപ്യം ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിൽ ഈ ഒരു പേഴ്സണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഒരു തോട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഴ്സ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം ബ്രില്യന്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ആഴത്തിൽ ചിന്തിച്ചിട്ട് ഇതിലൊരു വിജയം ഉറപ്പിച്ചു തന്നെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഇവർ. ഇവിടെ ക്യൂൻ ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ കിങ് ഓഫ് വോൺസ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു കമ്മ്യൂണിക്കേഷൻ എനർജി ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക, നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുക. ആ ഒരു തുറന്ന സംസാരത്തിലൂടെ ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ഒരു ട്രാൻസ്ഫർമേഷൻ റിലേഷൻഷിപ്പിൽ ആവശ്യമാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു എനർജി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ ആ ഒരു കണ്ണുനീര്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനകളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരിൽ ഈ ഒരു മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ആയിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ നിൽക്കുന്നു. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ കരിയർ, എന്തിന് അവരുടെ ഈഗോ, സ്വാർത്ഥത, ഇമോഷൻസ്, നിങ്ങളോടുള്ള ദേഷ്യം എല്ലാം ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുന്ന എനർജിയാണ്. അപ്പൊ അതിൽ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ കുറെ നാളുകളായിട്ട് ഇവർ കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ സ്റ്റേജ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവരും ആഗ്രഹിക്കുന്നു. ഇവിടെ ക്യൂൻ ഓഫ് സോഴ്സും കിങ് ഓഫ് സോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി എത്രത്തോളം പ്രയത്നിച്ചോ ബുദ്ധിപൂർവ്വം. ഇവിടെ സോഡ് എനർജി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പോരാളിയാണ്, അല്ലെങ്കിൽ ആ ഒരു വിജയിയാണ്. പോരാടി വിജയിക്കുന്ന വിജയി. രാജ്ഞിയാണെങ്കിലും രാജാവാണെന്നുണ്ടെങ്കിലും ഒരു സമയം നിങ്ങൾ പ്രവർത്തിച്ച അതേ രീതി നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ നേടണം എന്നുള്ളൊരു ചിന്ത ഇവർക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്കൊരു നീതി നൽകണം. നേടണം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഇവർക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു സമയമാണ് ഈ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നീതി നൽകണമെന്നും നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരിക. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങളുടെ ബന്ധത്തിലെ പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് പൂർണ്ണമായിട്ടും അവസാനിച്ചുകൊണ്ട് തന്നെ ആവണം. ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് സോഴ്സും കിങ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കിങ് ഓഫ് വോൺസും അതുപോലെ ക്യൂൻ ഓഫ് വോൺസും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സമയം ഒരുപാട് കഷ്ടപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട്. അന്ന് അവർ നിങ്ങളെ മാറ്റി നിർത്തി. എന്നാൽ ഇന്ന് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് പാർട്ട്ണർഷിപ്പ് എനർജി കാണുന്നുണ്ട്. ആ ഒരു പെയർ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യത്തിൽ സപ്പോർട്ട് വരിക എന്ന് പറയുമ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ കാര്യം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറും ആഗ്രഹിക്കുമ്പോഴാണ് യൂണിവേഴ്സ് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അപ്പൊ യൂണിവേഴ്സിന് നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കില്ല. രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്, അതും നിരന്തരമായിട്ട് നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു റീബർത്തിന്റെ സമയം ഇപ്പൊ അടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും അതേ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് ഒക്കെ അവരുടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു സ്വാർത്ഥത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ തല കുനിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. നിങ്ങളോടും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു ഈഗോ വെച്ച് ഇത്രയും നാളും ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിന്നിരുന്നത്, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാതെ. എന്നാൽ ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് എന്തായാലും കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് മാത്രമായിട്ട് അവരെല്ലാം അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും അതുപോലെ നിങ്ങളെ വീണ്ടെടുക്കാനും വരാൻ തയ്യാറാണ്. പക്ഷെ അത് മറ്റുള്ളവർ അറിയരുത് എന്നൊരു ചിന്ത ഇപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു ബേസിക് ക്യാരക്ടർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു തീരുമാനമാണ്. പക്ഷെ എങ്കിലും അവർ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് വരിക തന്നെ ചെയ്യും. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തില് എല്ലാ രീതിക്കും ഒരു അടിത്തറ ഉറപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് ഒരു പുതിയ തുടക്കം കൊണ്ടുവരിക. ആ ഒരു വിത്ത് നട്ട് അതിനാവശ്യമായ വളം, വെള്ളം എല്ലാം ഒഴിച്ച് അത് വളർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഇവരുടെയാണ്. കാരണം ഇവരാണ് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വന്നിട്ടുണ്ട്. അവരുടെ മനോഭാവം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എന്തായാലും മാറി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്.
അതുപോലെ ഇത്രയും നാള് നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പൊ നിങ്ങളെ manifest ചെയ്യാണ്. അവരുടെ എനർജിയിലേക്ക് attract ചെയ്യാണ്. ഒന്ന് ഒരുപാട് നിങ്ങൾ പുറകെ നടന്നിട്ട് അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. കാരണം നിങ്ങൾ ഇപ്പൊ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഈ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ആ ഒരു presence മിസ് ചെയ്യുന്നത് ഒന്ന് ഇവരുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇവർ നിൽക്കുന്ന സമയത്ത്. എല്ലാവർക്കും അവരുടെ ചുറ്റിനുള്ള എല്ലാവർക്കും ഫാമിലി ഉണ്ട്. അവരെല്ലാവരും വളരെയധികം happy ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ husband and wife ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഇനി ചിലവരുടെ കേസിൽ ഇപ്പൊ നിങ്ങൾ lovers husband and wife എങ്ങനെ ആയിക്കൊള്ളട്ടെ, എന്താണോ നിങ്ങളുടെ relationship. ഇപ്പൊ friends ന്റെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ pair ആയിട്ടുള്ള friends അപ്പൊ അവരെയൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ്. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോടുള്ള ആ ഒരു പ്രണയമാണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും ചിന്തകളാണെങ്കിലും വരുന്നത്. ഇപ്പൊ third party situation ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയൊന്നും അത്ര satisfied അല്ല. നിങ്ങളെ പോലെ ആ ഒരു സ്ഥാനം കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അത്രയും comfortable ആയിട്ടുള്ള ഒരു space അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ മിസ് ചെയ്യാനുള്ള കാരണം. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു rebirth കൊണ്ടുവരിക. എല്ലാ രീതിക്കും ഒരു reconciliation നടത്തുക. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വളരെയധികം strong ആയിട്ടുള്ള ഒരു foundation build ചെയ്യാനും അതിലൂടെ പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ situations ഒക്കെ death ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ കൊന്നിട്ടുകൊണ്ട്, കൊന്നിടുക എന്ന് പറയുമ്പോൾ ഇനി അത് future ലേക്ക് ബാധിക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞത് കഴിഞ്ഞു. ഇവിടെ നിന്നും നമ്മുടേത് ഒരുമിച്ച് ഒരു പുനർജന്മമാണ്. ഒരു rebirth ആണ് എന്നുള്ള രീതിക്ക് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുവരണം. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് trust issues കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ബന്ധമായിട്ട് കാണുന്നുണ്ട്. main ആയിട്ട് തെറ്റിദ്ധാരണകളാണ് വന്നിരിക്കുന്നത്. trust issues എന്ന് പറയുമ്പോൾ വിശ്വാസക്കുറവ് എന്ന് പറയുമ്പോൾ genuine ആയിട്ടുള്ള ഒരു കാരണത്തേക്കാൾ കൂടുതൽ നിങ്ങളാണെങ്കിലും ഇവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് പല കാര്യങ്ങളിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. genuine ആയിട്ടുള്ള reasons ഉണ്ടാകാം, തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. ഇപ്പൊ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറായിട്ടുമില്ല. അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവരൊട്ട് ചെവി തന്നിട്ടുമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു എനർജി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നതിലൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഇതിനൊരു മാറ്റങ്ങൾ കൈവരും. നിങ്ങളുടെ ബന്ധത്തിന് എല്ലാവിധ യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്ങും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം പഴയ രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്ത ആ ഒരു വേദനകള്, കണ്ണുനീര്, അനുഭവിച്ചിരുന്ന ആ ഒരു പൊള്ളല് അതെല്ലാം പൂർണ്ണമായും മാറിയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വെളിച്ചവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു പ്രകാശമായിട്ട് മാറണമെന്ന് ഇവരിപ്പോ ഒരു ഡിസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ ഇവരെല്ലാവരുടെയും കൂടെ സമയവും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവർ അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം, ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങളും ഇവരെ പോലെ തന്നെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളും ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ കാര്യങ്ങളിലൊക്കെ നിങ്ങളും പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന ആ ഒരു സങ്കടം മറച്ചു വെച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത്, മറ്റൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട്. അത് ഇവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരും നിങ്ങളും ഒരേപോലെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരും റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് ഇടാനായിട്ടുള്ള തീരുമാനമാണ് ഇവർക്ക്. ഇതുവരെ ഒരു ജഗ്ലിംഗ് എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 of Wands ആണ്. ആ ഒരു കൺഫർമേഷൻ സ്റ്റേജിലേക്ക് ഇവർ എത്തി നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു തീരുമാനം എടുത്തുറപ്പിച്ചിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പുഴയുടെ സൈഡിൽ ഇവരാണെന്നുണ്ടെങ്കിൽ മറു സൈഡിൽ നിങ്ങളുണ്ട്. അതാണ് ആ ഒരു വെളിച്ചമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വെളിച്ചത്തിലേക്കുള്ള കാൽവെപ്പ് ഇവർ എടുത്തു കഴിഞ്ഞു. അതിൽ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആഴത്തിൽ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിലൂടെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം തല അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈഗോ ആണെന്നുണ്ടെങ്കിലും സ്വാർത്ഥത എന്ത് എനർജി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ സെക്കൻഡറി ഓപ്ഷൻ ആണ്. മനസ്സുകൊണ്ട് നിറഞ്ഞ ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ തീരുമാനം എടുക്കണം. കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ ചില സിറ്റുവേഷൻസിനൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ രീതിക്കും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണം, ഞാൻ പറയുന്ന പോലെ നീ ആവണം, നീ പറയുന്ന പോലെ ഞാൻ ആവണം എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു ബന്ധവും വിജയിക്കില്ല. അപ്പൊ അത് റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താനും ഇവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാനും ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാനുമുള്ള ഒരു മനസ്സ്,
അത് ഇവരിപ്പോ സ്വയമേ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു ശാഠ്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയാ ഒരു ദുർബുദ്ധി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്വയം മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നവരാണ്. ഒരു സമയത്ത് അവർ പറയുന്ന രീതിക്ക് തന്നെ എല്ലാം ആകണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് അവരെ മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും നടക്കുന്ന ജീവിതം കണ്ടിട്ടാണ് അവർക്ക് ആ ഒരു ചിന്തകളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നത്. മറ്റുള്ളവർ നല്ല രീതിക്കൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ, അതിപ്പോ അവരുടെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും നല്ല രീതിക്ക് സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് അവർക്കും അങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. ഒരു സമയം വരെ അത് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് വന്നു തുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ അത് വരാൻ തുടങ്ങിയിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണിത്. ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, ഇപ്പൊ ചിലവരുടെ കേസിൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത് പല പല തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പൊ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് എല്ലാ രീതിക്കും ആ ഒരു നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ മാറ്റണം. ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കുകയാണ്. ഒരു സമയത്ത് കമ്മിറ്റ്മെന്റ് നൽകില്ല എന്ന് പറഞ്ഞവരാണ് ഇവര്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് നൽകാൻ ഇവർക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പേഴ്സണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മിറ്റ്മെന്റേ ആഗ്രഹമില്ല. അങ്ങനെയൊക്കെ നിന്നവരാണ്. നിങ്ങൾക്കാണെങ്കിൽ കമ്മിറ്റ്മെന്റ് വേണം, ഒരുമിച്ച് ലൈഫായിട്ട് ഒരു ഫാമിലി ലൈഫായിട്ട് ജീവിക്കണം. അങ്ങനെ രണ്ട് രീതിയിലേക്ക് സ്പ്ലിറ്റ് ആയി പോയവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അതേ ആഗ്രഹം നിങ്ങളുടെ വ്യക്തിയിലും വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണിത്. ഇപ്പൊ അവർക്ക് സ്വയമേ അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട്. കാരണം ആദ്യമേ തന്നെ ഈ ഒരു തീരുമാനം എടുക്കായിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇപ്പൊ ഒരു വളരെ സക്സസ് ആയിട്ട് മാറേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി ഓർത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിലും വളരെയധികം ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. മറ്റാരെയും ഇവരത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് അധികം ഒരു ഡിപ്രഷൻ അവസ്ഥ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് ഇങ്ങനെ ഓവർ തിങ്കിങ് കയറി വരുന്നത്. ഉറക്കമൊന്നും ഇല്ലാതെ ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു രീതിയിലും മറ്റുള്ളവരിലേക്ക് ഇത് കാണിക്കുന്നില്ല. ഇതാണ് ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത്. വളരെയധികം ഒരു എന്താ പറയാ വളരെയധികം സക്സസ് ആയിട്ട് താൻ വളരെ happy ആണ്, അല്ലെങ്കിൽ തനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ കാണിക്കുന്നത്. അങ്ങനെയാണ് വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അവർ അനുഭവിക്കുന്ന പെയിൻ. ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ അതിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അവർ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവർ അല്ലെങ്കിൽ അവരെ തന്നെ സ്വയം ഹീൽ ചെയ്യുകയാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ സ്വയം നടത്തുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഘടന വീണ്ടെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഘടനയിലേക്ക് ആ ഒരു സ്ട്രക്ചറിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശമായി മാറണം അവർക്ക്. അതുപോലെ അവരുടെ ലൈഫിൽ പ്രകാശമാണ് നിങ്ങൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ആ ഏറ്റിരിക്കുന്ന പൊള്ളലിന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്നുള്ള വെളിച്ചത്തിലേക്കുള്ള യാത്ര അവർ തിരിച്ചു കഴിഞ്ഞു. okay അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവരിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പഴയ കാലങ്ങളൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളിപ്പോ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഹാപ്പി അല്ല. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളുടെ മാത്രമല്ല കേട്ടോ. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല ഇത്. എന്നുവെച്ചാൽ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരുടെ എനർജി അല്ല. അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കേണ്ട. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷനിലേക്ക് പോയ വ്യക്തികളല്ല. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഈഗോയാണ് മെയിൻ പ്രശ്നം. ഇവരുടെ ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ശാഠ്യം അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. തേർഡ് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് അതിലേക്ക് നിൽക്കുന്ന വ്യക്തികളല്ല. ഈഗോ വെച്ചിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്ത വ്യക്തികളാണ്. okay അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഈ ഒരു സമയത്ത് ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഒറ്റപ്പെടല് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഉള്ള ഒരു വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ. അതുപോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ ഈ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിനെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യണേ. ഈ ഒരു എനർജിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും
ഈ ഒരു ക്ലൂസിന് കൂടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക. 1990 ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആർ എന്നൊരു ലെറ്റർ. ആയില്യം 1986 വി എന്നൊരു ലെറ്റർ. എം എന്നൊരു ലെറ്റർ. വയനാട് 31 ലിബ്ര സോഡിയാക് സൈൻ ആണ്. 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. കെ എന്നൊരു ലെറ്റർ. ടോറസ് സോഡിയാക് സൈൻ. മെയ് എന്നൊരു മന്ത്. ഉത്രം എസ് എന്നൊരു ലെറ്റർ. കാർത്തിക സെപ്റ്റംബർ മന്ത്. 34 38 എം എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട്. 1993 ഏരീസ് അനിഴം ഏപ്രിൽ എന്നൊരു മന്ത്. 1988 ലാസ്റ്റ് ആയിട്ട് ലിയോ എന്നൊരു സോഡിയാക് സൈൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.